നൊന്തുരുകി കേരളം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സൂര്യാഘാതം. 10 പേർക്ക് ഇന്ന് സൂര്യാഘാതമേറ്റു. തിരുവനന്തപുരം പാറശാലയിൽ ഒരാൾ സൂര്യാഘാതമേറ്റ് മരിച്ചു. കാസർഗോഡ് 3 വയസ്സുകാരിക്ക് പൊള്ളലേറ്റു. സംസ്ഥാനത്ത് 5 ദിവസത്തിനിടെ 54 പേർക്ക് സൂര്യാഘാതമേറ്റതായാണ് കണക്ക്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VR കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, വലിയ കണക്കുകളാണ് പുറത്തുവരുന്നത് സൂര്യാഘാതവുമായി ബന്ധപ്പെട്ട്. എന്തൊക്കെ മുൻകരുതലുകളാണ് പൊതുജനം സ്വീകരിക്കേണ്ടത്? 5, 26 തീയതികളിൽ 5 ജില്ലകളിൽ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നാണ് ഇപ്പോഴുള്ള മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലും 2 മുതൽ 3 വരെ സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നുമാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും രാവിലെ 11 മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം എന്നുമാണ് നിർദ്ദേശം. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം പാറശാലയ്ക്കടുത്ത് കാരോട് കരുണാകരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെരിക്കവിള ആവണി വീട്ടിൽ കരുണാകരൻ നെടുമങ്ങാട് മുനിസിപ്പൽ കോടതി ജീവനക്കാരനാണ്. ഇദ്ദേഹം അവധി ദിവസമായതിനാൽ രാവിലെ വീടിന് സമീപത്തുള്ള ഏലായിൽ പച്ചക്കറി കൃഷിക്ക് ഇറങ്ങിയതായിരുന്നു. 10:30 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ മരണകാരണം സൂര്യാഘാതമാണ് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. അതേസമയം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മാത്രം ഇന്ന് 10 പേർ പൊള്ളലേറ്റ് ചികിത്സ തേടി. പുനലൂർ, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കൂടുതൽ പേരും ചികിത്സ തേടിയത്. പുനലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ RSPയുടെ പുനലൂർ മണ്ഡലം സെക്രട്ടറി നാസർ ഖാനും അതോടൊപ്പം തന്നെ കാസർഗോഡ് കുമ്പളയിൽ ഒരു 3 വയസ്സുകാരിക്കും പൊള്ളലേറ്റിട്ടുണ്ട്. 20 മുതൽ 23 വരെ ഏതാണ്ട് 44 പേർക്ക് പൊള്ളലേറ്റു. ഇന്ന് 10 പേർ കൂടി ചികിത്സ തേടിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 5 ദിവസത്തിനിടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മാത്രം 54 പേർ സൂര്യതാപമേറ്റ് ചികിത്സ തേടിയെന്നാണ് കണക്ക്. ഏതായാലും 2 ദിവസം കൂടി നിലവിലെ സാഹചര്യം തുടരും. കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നേരത്തെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നു. തൊഴിൽ ചെയ്യുന്ന സമയങ്ങളിലടക്കം പുനഃക്രമീകരണങ്ങൾ വരുത്തിയിരുന്നു. അംഗൻവാടികളിലെ കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് അടക്കം പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. ഇതെല്ലാം കർശനമായി പാലിക്കണം എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. 2 ദിവസം കൂടി സാഹചര്യം തുടരും. അമിന. ശരി കാർത്തിക്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. നാളെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്നാൽ വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ സമ്മതിച്ചു എന്നത് വസ്തുതാപരമായി ശരിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് PC ചാക്കോ തിരുത്തി. രാഹുൽ എത്തുമെന്ന് പൂർണ്ണ പ്രതീക്ഷയുണ്ടെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കേരള നേതാക്കളെല്ലാം അവകാശപ്പെടുമ്പോഴും കേന്ദ്ര നേതൃത്വം ഇതുവരെ വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല. ഇതുതന്നെയാണ് അവ്യക്തതയ്ക്കും അനിശ്ചിതത്വത്തിനും കാരണം. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചു. രാഹുൽജിയുടെ മത്സരത്തിൽ കൂടിയുള്ള സാന്നിധ്യം അത് വലിയ ഒരു മാറ്റം, അനുകൂലമായ മാറ്റം ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്. രാഹുലിന്റെ കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകുമെന്ന് ഒരു പടി കൂടി കടന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നാളെ ചേരുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്നുള്ളത് കേരള ജനതയുടെ ഒരു പൊതു ആവശ്യമാണ്. അതേസമയം രാഹുൽ അനുകൂല തീരുമാനമെടുത്തെന്ന കേരള നേതാക്കളുടെ അവകാശവാദത്തെ AICC സെക്രട്ടറി PC ചാക്കോ പൂർണ്ണമായും തള്ളി. രാഹുൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ചാക്കോ തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ ഓഫ് ഹാൻഡായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതേക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹം ആരോടും അങ്ങനെ ആ അഭ്യർത്ഥനയ്ക്ക് അനുകൂലമായി പ്രതികരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈ അനിശ്ചിതത്വം മൂലമാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. നാളെ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്തേക്കും. എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ തന്നെയാണ്. ന്യൂസ് 18 ഡൽഹി.
രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ ചൊല്ലി CPM കോൺഗ്രസ് രാഷ്ട്രീയ പോര്. വയനാട്ടിലെത്തിയാൽ രാഹുൽ ഗാന്ധിയെ ശക്തമായി രാഷ്ട്രീയമായി നേരിടുമെന്ന് CPM പറയുന്നു. എന്നാൽ അന്ധമായ കോൺഗ്രസ് വിരോധം മൂലം CPM ഹിമാലയൻ മണ്ടത്തരം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. ദേശീയതലത്തിൽ BJP വിരുദ്ധ ചേരിയിൽ ഒന്നിച്ചു നിൽക്കെ കേരളത്തിലെത്തി രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് ആദ്യം ചോദ്യം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കോൺഗ്രസിന്റെ മുഖ്യശത്രു BJP അല്ല, ഇടതുപക്ഷമാണെന്ന തോന്നലുളവാക്കാനേ ഈ നീക്കം ഉപകരിക്കൂ എന്നാണ് CPM നിലപാട്. രാഹുൽ ഗാന്ധി വന്നാലും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ കാഴ്ചവെക്കും. അല്ല മുഖ്യ എതിരാളി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുഖ്യ എതിരാളി എന്ന സന്ദേശമാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. അതേസമയം മോഡിക്കെതിരായ മതേതര സഖ്യത്തിന് പിന്തുണ നൽകുന്ന പിണറായി വിജയൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ എന്തിനെതിർക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. ദേശീയതലത്തിൽ BJPക്കെതിരെയാണ് മത്സരം. BJPയെ എതിർക്കുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് രാഹുലിന്റെ വരവിനെ CPM എതിർക്കുന്നത്. കേരളത്തിലെ CPM നേതാക്കൾ മുൻകാലങ്ങളിൽ ദേശീയതലത്തിൽ കോൺഗ്രസ് ബന്ധത്തെ എതിർത്തിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ള ഒരാവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ കരുതിയത് BJP ആയിരിക്കും ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് എന്നാണ്. എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളാണ്, CPM നേതാക്കന്മാരാണ് ഏറ്റവും വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയം പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ വരവിനെ CPM എതിർക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി എത്തിയാൽ ഉണ്ടാകുന്ന UDF അനുകൂല തരംഗം ഭയന്നാണ് CPM നീക്കമെന്ന് കോൺഗ്രസും തിരിച്ചടിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ വയനാട് സീറ്റ് ഏറ്റെടുക്കാൻ BJP തയ്യാറെടുക്കുന്നു. ആവശ്യമെങ്കിൽ സീറ്റ് ഏറ്റെടുക്കുമെന്ന് PS ശ്രീധരൻപിള്ള വ്യക്തമാക്കി. പ്രമുഖ നേതാവിനെ തന്നെ രാഹുലിനെതിരായി നിർത്തണമെന്ന ആവശ്യവും ശക്തമായതിനെ തുടർന്നാണ് BJPയുടെ പുതിയ നീക്കം. എന്നാൽ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി ലഭിച്ച സീറ്റ് വിട്ടുകൊടുക്കാനാകില്ലെന്നാണ് BDJSന്റെ നിലപാട്. NDAയിൽ വയനാട് ഉൾപ്പെടെ 5 സീറ്റുകൾ BDJSനാണ്. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ വയനാട്ടിലെത്തുമ്പോൾ എതിർപക്ഷത്ത് BDJS പോരെന്ന അഭിപ്രായം BJP സംസ്ഥാന ഘടകത്തിൽ ശക്തമാണ്. സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കുന്നതിന് മുമ്പ് തന്നെ BJP ജില്ലാ നേതൃത്വം സീറ്റ് വിട്ടുകൊടുക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സീറ്റ് ഏറ്റെടുക്കേണ്ടി വരുമെന്ന സൂചന സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും നൽകി. അമേഠിയിൽ രാഹുലിന്റെ എതിർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ സ്മൃതി ഇറാനി തന്നെ വയനാട്ടിലും മത്സരിക്കണമെന്ന ആവശ്യം പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. എന്നാൽ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി ലഭിച്ച സീറ്റ് വെച്ചുമാറേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് BDJSന്റെ നിലപാട്. സ്ഥാനാർത്ഥി ആരെന്ന് നാളെ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കും. സീറ്റ് മറ്റേതെങ്കിലും പ്രധാന കക്ഷികൾ കൈമാറുന്നതിനെ കുറിച്ചോ ഇന്നുവരെ ചർച്ച നടന്നിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. BDJSന്റെ സ്ഥാനാർത്ഥിയെ നാളെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കുന്നതാണ്. രാഹുൽ എത്തുകയാണെങ്കിൽ വയനാട് ഏറ്റെടുത്ത് പകരം മറ്റേതെങ്കിലും സീറ്റ് BDJSന് നൽകാനാകും കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. ന്യൂസ് 18 വയനാട്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് PC ചാക്കോ. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള സീറ്റ് വീതം വയ്പാണ് സംസ്ഥാനത്ത് നടന്നതെന്ന് ചാക്കോ ആരോപിച്ചു. ഇനിയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്തത് നിരാശാജനകമാണെന്നും PC ചാക്കോ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെയാണ് PC ചാക്കോയുടെ രൂക്ഷ വിമർശനം. മുതിർന്ന നേതാക്കൾ സീറ്റ് വീതം വെച്ചെടുത്തെന്ന ചാക്കോ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കേരള നേതാക്കളുടെ പ്രസ്താവനയും ഇതേ തുടർന്നുള്ള അനിശ്ചിതത്വവും അവസരമാക്കിയാണ് ചാക്കോ തുറന്നടിച്ചത്. ഗ്രൂപ്പ് മാത്രമായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമെന്നും ചാക്കോയുടെ ആരോപണം. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഗ്രൂപ്പ് താല്പര്യങ്ങൾ വളരെയേറെ സംഘർഷം സൃഷ്ടിച്ച ഒരു സീറ്റ് കൂടിയാണ് വയനാട്. അങ്ങനെയൊക്കെ അല്ലാതെ ആ സീറ്റ് ചർച്ചകൾ കുറെ കൂടെ ഭംഗിയായി കൊണ്ടുപോകാൻ നേതാക്കന്മാർ ശ്രമിക്കേണ്ടതായിരുന്നു. ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തിൽ വിജയസാധ്യത നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന നേതാക്കളുടെ അവകാശവാദം ചാക്കോ തള്ളി. വയനാടും വടകരയും അടക്കമുള്ള സീറ്റുകളെ ചൊല്ലിയുണ്ടായ തർക്കത്തെയും ചാക്കോ വിമർശിച്ചു. അതായത് 2 സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാതിരുന്നു എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. എന്നാൽ സ്ഥിരമായി ഹൈക്കമാൻഡ് അക്കൗണ്ടിൽ സീറ്റ് ഉറപ്പിച്ചിരുന്ന ചാക്കോയ്ക്ക് ഇക്കുറി സീറ്റ് നിഷേധിക്കപ്പെട്ടതാണ് വിമർശനത്തിന് കാരണമെന്ന വിലയിരുത്തലാണ് കേരള നേതാക്കൾ. കൂടുതൽ നേതാക്കൾ വിമർശനവുമായി രംഗത്ത് വരുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണേന്ത്യയിലേക്ക്. വാരാണസിക്ക് പുറമെ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിൽ നിന്ന് മോദി ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കുമെന്നാണ് സൂചന. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകി.
ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഏറ്റവും സംഘടനാ സ്വാധീനമുള്ള സംസ്ഥാനമാണ് കർണാടകം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെയുള്ള 28 മണ്ഡലങ്ങളിൽ 17ലും തുണച്ച് BJPയെ ഒറ്റയ്ക്ക് അധികാരത്തിലെത്തിക്കുന്നതിൽ കർണാടകയും ചെറുതല്ലാത്ത പങ്കുവഹിച്ചു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. 2014 ത്രികോണ പോരാട്ടമാണ് സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും സാക്ഷ്യം വഹിച്ചതെങ്കിൽ 2019-ലെത്തുമ്പോൾ കോൺഗ്രസും JDSും സഖ്യമായാണ് മത്സരം. ഇരു പാർട്ടികളും ഒന്നിക്കുമ്പോൾ 22 സീറ്റ് വരെ വിജയിക്കാമെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2014-ലേതുപോലെ രാജ്യത്തിപ്പോൾ മോദി തരംഗമില്ല. അധികാരം നിലനിർത്തണമെങ്കിൽ സിറ്റിംഗ് സീറ്റുകളിൽ ജയം അനിവാര്യം. ഇതുകൂടി കണക്കിലെടുത്താണ് ഉത്തർപ്രദേശിലെ വാരാണസിക്ക് പുറമെ കർണാടകത്തിലെ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിൽ നിന്നുകൂടി മത്സരിക്കാൻ നരേന്ദ്രമോദി തയ്യാറെടുക്കുന്നത്. 91 മുതൽ BJP പ്രതിനിധിയെ മാത്രം പാർലമെന്റിലേക്ക് അയച്ച സുരക്ഷിത മണ്ഡലമാണ് ബംഗളൂരു സൗത്ത്. അടുത്തിടെ അന്തരിച്ച പാർലമെന്ററി കാര്യമന്ത്രി H. അനന്ത്കുമാറാണ് 96 മുതൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിരുന്നത്. അനന്ത്കുമാറിന്റെ ഭാര്യ തേജസ്വിനിയെയാണ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നെങ്കിലും ആദ്യ പട്ടിക വന്നപ്പോൾ ബംഗളൂരു സൗത്ത് പ്രഖ്യാപിച്ചിരുന്നില്ല. മോദി കർണാടകത്തിലേക്ക് വരുന്നതോടെ സംസ്ഥാനത്താകെ BJPക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ BJP ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകി. മോദി ബംഗളൂരുവിൽ വന്നേക്കുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിലും ധാർവാഡ് മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി BJP. 2009 ശേഷം രാഹുലിന്റെ സ്വത്തിൽ വൻ വർധനവുണ്ടായി. 50 ലക്ഷത്തിൽ നിന്ന് 9 കോടിയായി രാഹുലിന്റെ വരുമാനം ഉയർന്നു. ഭൂമി, ആയുധ ഇടപാടുകൾ, കരാറുകൾ എന്നിവയിലെ അഴിമതിയിലൂടെയാണ് സ്വത്തുക്കൾ സമ്പാദിച്ചത്. രാഹുൽ നൽകുന്ന നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലം BJP സൂക്ഷ്മ പരിശോധന നടത്തുമെന്നും സംബിത് പത്ര പറഞ്ഞു. 4 ways through which Mr. Rahul Gandhi has increased his assets. 4 तरीकों से उन्होंने एसेट्स को बढ़ाया है. पाहवा के विषय में आपने देखा था कि लैंड डीलिंग्स, डूबियस लैंड डीलिंग्स हुई थी और पाहवा नामक व्यक्ति HL पाहवा, उसके विषय में हमने प्रेस कॉन्फ्रेंस किया था. दूसरा, फार्म हाउस, इसमें राहुल गांधी और उनकी बहन श्रीमती प्रियंका वाड्रा दोनों संलिप्त हैं. उस विषय में बताया जाएगा कि किस प्रकार उनके फार्म हाउस से पूरी तरह से करप्शन चलता था. സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്ന പ്രമുഖരുടെ പട്ടികയിൽ പാർട്ടി സ്ഥാപകൻ മുലായം സിംഗ് യാദവ് ഇല്ല. അഖിലേഷ് യാദവ്, രാംഗോപാൽ യാദവ്, ഡിംപിൾ യാദവ് എന്നിവർക്കു പുറമെ അസം ഖാനും ജയാ ബച്ചനും പട്ടികയിലുണ്ട്. അഖിലേഷ് യാദവ് അസംഗഡിൽ നിന്ന് ജനവിധി തേടും. SPയുടെ മുതിർന്ന നേതാവ് അസം ഖാനാണ് രാംപൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. അതേസമയം ജമ്മുകശ്മീർ PDP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തി അനന്തനാഗ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനമായി. JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് കനയ്യ കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകി. ബെഗുസറായ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കനയ്യയെ മത്സരിപ്പിക്കാൻ ബിഹാർ ഘടകം നേരത്തെ തീരുമാനിച്ചിരുന്നു. RJD നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തോട് CPI സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അനുവദിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായതോടെ തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ കൊല്ലം മാറിയിരിക്കുകയാണ്. ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾ 2ാം റൗണ്ട് പ്രചാരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പ്രഖ്യാപനം വൈകിയെങ്കിലും NDA സ്ഥാനാർത്ഥിയും പ്രചാരണത്തിൽ സജീവമായി. കൊല്ലത്തിന്റെ ഹൃദയത്തിൽ സ്നേഹാക്ഷരങ്ങൾ കൊണ്ടെഴുതിയ പോരാട്ടത്തിന്റെ മറുപേര് സഖാവ് KN ബാലഗോപാൽ. പ്രവർത്തകർക്കും വോട്ടർമാർക്കും ഇടയിൽ തെരഞ്ഞെടുപ്പ് ആവേശം പകർന്നാണ് LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ പര്യടനം. ബൂത്ത് തല സ്വീകരണമാണ് 2ാം റൗണ്ട് പ്രചാരണത്തിൽ LDF ആയുധമാക്കുന്നത്. BJPയുടെ ദുർബല സ്ഥാനാർത്ഥിത്വമെന്ന ആക്ഷേപം. 5 സീറ്റുകളിലെങ്കിലും കോൺഗ്രസും BJPയും തമ്മിൽ രഹസ്യമായ ധാരണ ഉണ്ടാക്കുന്ന, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ UDFും BJPയും തമ്മിൽ രഹസ്യമായ ധാരണ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം. അത് സ്ഥാനാർത്ഥികളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രധാന കവലകൾ കേന്ദ്രീകരിച്ച വോട്ടർമാരെ കാണുന്ന തിരക്കിലാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. ഇതിനിടയിൽ പ്രവർത്തകർക്ക് ഊർജം പകർന്ന പ്രവർത്തക കൺവെൻഷനുകൾ. BJPയുടെ ദുർബല സ്ഥാനാർത്ഥി UDFന് വേണ്ടിയാണെന്ന ആരോപണത്തിന് NK പ്രേമചന്ദ്രന്റെ മറുപടി. പഴകി തുരുമ്പിച്ച ഒരു ആക്ഷേപമാണ് ഇപ്പോഴും കോൺഗ്രസ്, ലീഗ്, BJP സഖ്യം, കോലിബി സഖ്യം എന്ന് പറഞ്ഞു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ RSS പോവും, BJP പോവും എന്ന് പറഞ്ഞു. പരമപുച്ഛത്തോടു കൂടിയാണ് ജനങ്ങൾ ആ ആക്ഷേപത്തെ തള്ളിക്കളയുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും പ്രചാരണത്തിൽ ഒട്ടും പിന്നിലല്ല NDA സ്ഥാനാർത്ഥി KV സാബുവും. പ്രധാന കവലകൾ കേന്ദ്രീകരിച്ചാണ് NDA സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പ്രചാരണം. ഇതിനിടെ LDFന്റെയും UDFന്റെയും ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെ മറുപടി.
കേരളത്തിൽ 20 MP മാരുണ്ട്, 29 MP മാരുണ്ട് രാജ്യസഭാ മെമ്പർ. അതല്ല ക്വാളിഫിക്കേഷൻ. അവർ ചെയ്യുന്ന പ്രവൃത്തി, അവരെന്താണ് ചെയ്തത്, ഒരു വിശകലനം, പോസ്റ്റ്മോർട്ടം, അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും MP-യുടെ ട്രൂ ക്വാളിഫിക്കേഷൻ. ശ്യാം ദേവരാജ്, ന്യൂസ് 18, കൊല്ലം. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പ്രചാരണം തുടങ്ങി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായി മണ്ഡലത്തിലെത്തിയ സുരേന്ദ്രനെ പ്രവർത്തകർ ആവേശപൂർവ്വം വരവേറ്റു. മണ്ഡലത്തിൽ BJP അട്ടിമറി വിജയം നേടുമെന്ന് സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും ആവേശം ഒട്ടും ചോരാതെയാണ് പ്രവർത്തകർ കെ സുരേന്ദ്രനെ വരവേറ്റത്. നൂറുകണക്കിന് BJP പ്രവർത്തകരും ജില്ലയിലെ നേതാക്കളും തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടുമെന്ന് കെ സുരേന്ദ്രൻ. പത്തനംതിട്ടയിൽ 100% വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ജനങ്ങളാകെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഓരോ ബൂത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ സാധാരണ ജനങ്ങളുടെ ആവേശം തന്നെ അത് പ്രകടമാക്കുന്നതാണ്. മറ്റൊരു മുന്നണിക്കും ലഭിക്കാത്ത സ്വീകാര്യതയാണ് BJPക്ക് പത്തനംതിട്ടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ സുരേന്ദ്രൻ തിരുവല്ല നഗരം വലം വെച്ചു. ശ്രീധരൻപിള്ള താൽപര്യം അറിയിച്ചതിനെ തുടർന്ന് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിലായിരുന്നു. BJP മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പത്തനംതിട്ട ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായപ്പോൾ ഏറെ വിജയപ്രതീക്ഷയിലാണ് മണ്ഡലത്തിലെ BJP പ്രവർത്തകർ. തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ ലിബിൻ കെഒമ്മനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. VM സുധീരൻ SNDP യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച വാർത്താസമ്മേളനത്തിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് D സുഗതൻ ഇറങ്ങിപ്പോയി. വെള്ളാപ്പള്ളിയെ ചീത്ത പറയുന്നിടത്ത് താൻ ഇരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാണ് സുഗതൻ ഇറങ്ങിപ്പോയത്. SNDP യോഗം എന്നുള്ള ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. മകനെ NDAക്ക് വിട്ടു, മകൻ BJPയുടെ കൂടെ, അച്ഛൻ CPMൻ്റെ കൂടെ. കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ദോഷകരമായ നിലപാടുകൾ വരരുത് എന്നുള്ള ആ സ്വാർത്ഥ താല്പര്യമാണ് ഇതിൻ്റെയൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ CPM BJP ബന്ധത്തിൻ്റെ കണ്ണിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹവും മകനും. SNDP യോഗം ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പത്രസമ്മേളനം നടന്നാരായാലും അവിടെ ഇരിക്കില്ല. അത്രേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് വേണ്ടായിരുന്നു. എല്ലാ കാലത്തും SNDPയോട് അടുപ്പമുള്ള കോൺഗ്രസ് നേതാവാണ് D സുഗതൻ. മുൻപും SNDP വിഷയത്തിൽ VM സുധീരനും സുഗതനും ഇടഞ്ഞിട്ടുണ്ട്. VM സുധീരൻ KPCC അധ്യക്ഷനായിരിക്കെ ഇത്തരമൊരു തർക്കത്തിൽ D സുഗതന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ ആഘോഷങ്ങളും മറ്റൊരു പ്രചാരണ വേദിയാണ്. എറണാകുളത്തെ രാജസ്ഥാൻ സ്വദേശികൾക്കൊപ്പം ഹോളി ആഘോഷത്തിനെത്തിയ അൽഫോൺസ് കണ്ണന്താനം നാട്ടിലും മറുനാട്ടിലും BJPക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മടങ്ങിയത്. ഹോളി ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകാൻ കഴിയാതിരുന്ന രാജസ്ഥാൻ സ്വദേശികൾ അവധി ദിവസമായ ഞായറാഴ്ചയാണ് ആഘോഷമൊരുക്കിയത്. നിറങ്ങൾ വാരി വിതറി, നിറക്കൂട്ടുകൾ വാരിപ്പൂശി, നൃത്തം ചവിട്ടിയായിരുന്നു ആഘോഷം. വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ അടിപൊളി ഹോളി ആഘോഷമുണ്ട്. ഞങ്ങളുടെ ആഘോഷം അടിപൊളി എല്ലാ വർഷവും കൂട്ടിക്കൂട്ടി വരുന്നത്. വളരെ വളരെ സന്തോഷം. കേരള അടിപൊളി ഹോളി ആഘോഷം നോർത്ത് പോലത്തെ. ഇതിനിടെയാണ് എറണാകുളം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം എത്തിയത്. ഇതോടെ ആഘോഷം കൂടുതൽ കളർഫുള്ളായി. സ്ഥാനാർത്ഥിയെ ചായം പൂശാനായി പിന്നീടുള്ള തിരക്ക്. നല്ല ഉഗ്രപ്രതികരണമാണ്. ജനങ്ങളൊക്കെ സന്തോഷിക്കുന്നു. കാരണം നമുക്ക് എറണാകുളത്തിന് ഒരു മന്ത്രി വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ എറണാകുളത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇപ്പൊ തന്നെ ഞാൻ കേന്ദ്രമന്ത്രിയാണ്. അത് തുടരാൻ വേണ്ടി എനിക്കിനി പാർലമെന്റ് സമയമുണ്ടെങ്കിൽ തന്നെ ലോക്സഭയിലേക്ക് ഒരുപാടെങ്കിൽ വളരെ നല്ല വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നല്ല എന്തൂസിയാസമാണ് ജനങ്ങൾക്ക്, നല്ല ആവേശമാണ്. പ്രചാരണങ്ങൾക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും വിജയം ഉറപ്പാണെന്നും അൽഫോൺസ് കണ്ണന്താനം. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലായിരുന്നു ആഘോഷം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടൊപ്പം തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നുണ്ട്. എറണാകുളം മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയായ അൽഫോൺസ് കണ്ണന്താനം രാജസ്ഥാനിലെ പ്രവാസികളോടൊപ്പമാണ് ഹോളി ആഘോഷിച്ചത്.
കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ഷിജോ എം ജെയിംസിനോടൊപ്പം വിനീത വിജി, ന്യൂസ് 18. പാലക്കാട് ചെർപ്പുളശ്ശേരി പീഡനക്കേസിലെ പ്രതി പ്രകാശിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി പോലീസ് പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകും. മൊഴിയിലെ വൈരുദ്ധ്യം മൂലം പീഡനം നടന്ന സ്ഥലത്തെക്കുറിച്ച് അവ്യക്തത തുടരുകയാണ്. ചെർപ്പുളശ്ശേരി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനത്തിനിരയായെന്ന യുവതിയുടെ പരാതിയിൽ അറസ്റ്റിലായ പ്രതി പ്രകാശനെ ഏപ്രിൽ 6 വരെയാണ് റിമാൻഡ് ചെയ്തത്. ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് അവധിയായതിനാൽ പട്ടാമ്പിയിലാണ് പ്രതിയെ ഹാജരാക്കിയത്. ഇയാളെ ഒറ്റപ്പാലം സബ് ജയിലിലേക്ക് മാറ്റി. പ്രകാശനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുക്കുന്നതിനുമായി പോലീസ് പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകും. യുവതിയുടെ മൊഴിയിലെ അവ്യക്തത മൂലം പീഡനം നടന്ന സ്ഥലത്തെക്കുറിച്ചുള്ള അവ്യക്തത തുടരുകയാണ്. എന്നാൽ പാർട്ടി ഓഫീസിൽ പോയിട്ടില്ലെന്ന മൊഴിയിൽ പ്രതി ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനു ശേഷം പോലീസ് വീണ്ടും മൊഴി രേഖപ്പെടുത്തും. പ്രതിയുടെ DNA പരിശോധന ഫലം കൂടി കിട്ടിയ ശേഷമാകും അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം തീരുമാനിക്കുക. ന്യൂസ് 18 പാലക്കാട്. ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാൻ സ്വദേശിയായ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ചിത്രം ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്തതിന് കൊല്ലം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്കെതിരെ കേസ്. പോക്സോ നിയമത്തിലെ വകുപ്പനുസരിച്ചാണ് പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കൊപ്പമുള്ള ചിത്രമാണ് ബിന്ദു കൃഷ്ണ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ആലപ്പുഴയിലെ അഭിഭാഷകർ മുജീബ് റഹ്മാൻ നൽകിയ പരാതിയിലാണ് ഓച്ചിറ പോലീസിന്റെ നടപടി. കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് പാലാപ്പറമ്പിൽ വേസ്റ്റ് ഗോഡൌണിന് തീപിടിച്ചു. ഉച്ചയ്ക്ക് 1:45 തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. പെരുമ്പാവൂർ ബദേൽ സുലോഖോ പള്ളി തർക്കത്തിന് 2ാം ദിവസവും പരിഹാരമായില്ല. യാക്കോബായ വിഭാഗം പള്ളിക്കകത്തും ഓർത്തഡോക്സ് വിഭാഗം പുറത്തുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. കോടതി വിധി പ്രകാരം പള്ളി തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആവശ്യം. വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ യാക്കോബായ വിഭാഗവും ഉറച്ചു നിൽക്കുന്നു. അകത്തുനിന്നും പള്ളി പൂട്ടി 20ഓളം യാക്കോബായ വിശ്വാസികൾ പള്ളിക്കുള്ളിൽ. പള്ളിയിൽ കയറാനുള്ള ശ്രമം ചെറുത്തതോടെ 15 ഓർത്തഡോക്സ് വിശ്വാസികളും വൈദികനും പള്ളി വരാന്തയിൽ. 47 വർഷമായി ഇതിൻ്റെ അത് കുർബാന വലിയ വിഭാഗമാണ്, അല്ലാതെ പുതിയതായി ഇവിടെ വന്നൊരാളല്ല. അവരെയാണ് 6-7 ഞായറാഴ്ചകളായി MC റോഡിൽ തടഞ്ഞു നിർത്തിയത്. ഇരു കൂട്ടർക്കും പിന്തുണ പ്രഖ്യാപിച്ച് ഒരു കുരിശിന് ഇരുവശം ഒരേ പന്തലിന് താഴെ 2 വിഭാഗത്തെയും വിശ്വാസികൾ. 1.5 ദിവസമായി പെരുമ്പാവൂർ ബദേൽ പള്ളിയിൽ നിന്നുള്ള കാഴ്ച ഇതാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ പിന്നോട്ടില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗം. ഞങ്ങൾ പണിത പള്ളിയാണ്, ഞങ്ങൾക്ക് ചെയ്യാവുന്നത് അവർക്ക് ആരാധിക്കാനുള്ളൊരു സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യുക, അതാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാ സമാധാന ചർച്ചയ്ക്കും തയ്യാറാണ്, പക്ഷെ അവർ വിട്ടുവീഴ്ചയില്ലാത്ത സമയം. പള്ളി വിട്ടു നൽകാനാവില്ലെന്നും ആവശ്യമെങ്കിൽ 2 മണിക്കൂർ ആരാധനയ്ക്കുള്ള അവസരം നൽകാമെന്നും യാക്കോബായ വിഭാഗം. സുപ്രീം കോടതി ഭാരതത്തിൻ്റെ എന്നതാ, അവിടെ തീരുമാനിക്കുന്ന തീരുമാനം നിയമമാണെന്നാണ് പറയണത്. അങ്ങനെയല്ലേ? പിന്നെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതങ്ങനെയാണ്. പിന്നെ കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല. ജില്ലാ ഭരണകൂടവും പോലീസും ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. പ്രവർത്തകർ തമ്മിൽ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന കയ്യാങ്കളിയും വാക്കുതർക്കവും പോലീസിനും തലവേദനയാണ്. ന്യൂസ് 18 കൊച്ചി.